Hi friends, welcome to Nimz Favourites. വാളിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കുഞ്ഞു കാലിഗ്രഫി വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് അക്രിലിക് പെയിന്റ് വേണം, പിന്നെ ഒരു A4 ഷീറ്റുമാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് അതിലത്തെ ഓരോരോ കളർ എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ വിരലിലാക്കിയിട്ട് ഇതുപോലെ നമുക്ക് പേപ്പറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് പേപ്പറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതൊരു ബോർഡർ പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് ഫ്രെയിം ചെയ്തിട്ട് വാളിൽ ഹാങ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. കണ്ടില്ല, ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ബോർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു മാർക്കർ എടുത്തിട്ട് നമുക്കൊരു കോട്ട്സ് എഴുതി കൊടുക്കാം. ഒരു സിമ്പിളായിട്ടുള്ളൊരു കോട്ട് എഴുതുക. അതൊന്നുകൂടെ നമുക്ക് ഇതുപോലെ സൈഡിലൊക്കെ കുറച്ച് തിക്കാക്കിയിട്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലൊരു എന്താ പറയുക, നമ്മുടെ കാലിഗ്രഫി ഒക്കെ ചെയ്യുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. കാലിഗ്രഫി അറിയില്ലെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് നമ്മുടെ ഇറ്റാലിക് ഫോണ്ടിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലൊക്കെ എഴുതിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തിക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയുണ്ടാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് തരം ഫോണ്ടിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഒന്ന് നമ്മൾ ചരിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നേരെ എഴുതുക, അല്ലെങ്കിൽ ഒന്ന് നമ്മൾ കർസീവിൽ എഴുതിയിട്ടുണ്ടെങ്കിലും പിന്നെ ഒരെണ്ണം നമ്മൾ വെറും ക്യാപിറ്റൽ മാത്രമായിട്ട് എഴുതി വെക്കാം. അപ്പം നല്ല ഭംഗിയുണ്ടായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വർക്ക് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഞാനിവിടെ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം, കൂടെ വാളിൽ ഹാങ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.